കോട്ടയത്ത് അസാം സ്വദേശി കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട്. 1 കിലോ 40 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. നമ്മളോടൊപ്പം സനോജ് കോട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സനോജ്, സംസ്ഥാനത്തുടനീളം ശക്തമായ പരിശോധനകളും നടപടികളുമാണ് ലഹരിക്കെതിരെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സമഗ്രമായ വിവരങ്ങൾ? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ വ്യാപകമായ രീതിയിൽ എക്സൈസും പോലീസും സംയുക്തമായി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ രാമപുരം പോലീസ് ഇന്നലെ നടത്തിയ ഒരു പരിശോധനയിലാണ് പുതുവേലിയിലെ വെറ്റിഷെഡിന് സമീപത്തു നിന്നും ആസാം സ്വദേശിയായിട്ടുള്ള ഒരാളെ കണ്ടെത്തുകയും അദ്ദേഹത്തെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് പിടിച്ചു നിർത്തി പരിശോധന നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും 1 കിലോ 40 ഗ്രാം. എന്റെ നാടാണ് രാമപുരം. അതെ, ഞാനത് ആദ്യം സൂചിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്നെ മനുവിനൊരു അപമാനം ഉണ്ടെന്നോർത്തിട്ട് പറയാതെ പോയി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും മനുവിന്റെ വീടിന്റെ അടുത്ത പ്രദേശത്തു നിന്നാണ് ഇത്തരത്തിൽ പുതുവേലി എന്ന് പറയപ്പെടുന്ന സ്ഥലം. പുതുവേലിയിൽ നിന്നാണ് 1 കിലോ 40 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ആസാം സ്വദേശിയായിട്ടുള്ള അബ്ദാദുൽ ഇസ്ലാം എന്നയാളാണ് പിടിയിലായിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലുണ്ട്. ആസാമിൽ നിന്നുമാണ് അദ്ദേഹം കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നത് എന്നാണ് പോലീസിനോട് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെ ആസാമിൽ നിന്നും എത്തിച്ച കഞ്ചാവ് വിൽപ്പന നടത്തുന്നു. പിന്നീട് നാട്ടിലേക്ക് മറ്റു പല പണികളും ചെയ്തതിനു ശേഷം മടങ്ങുന്നു. വീണ്ടും നാട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ സമാനമായ രീതിയിൽ കഞ്ചാവ് എത്തിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ പതിവ് രീതി എന്നുള്ളതാണ് രാമപുരം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകുന്നേരമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മനു. ശരി സനോജ്, വിശദാംശങ്ങൾ പങ്കുവച്ചത്. മനു, നമ്മളടക്കമുള്ള നാട്ടുകാരാണ് ഇതിൽ ഇടപെടേണ്ടത്. മനുവിന്റെ നാട്ടിലാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് വലിയൊരു ചെയിനാണ്, വലിയൊരു ശൃംഖലയാണ് ചങ്ങല പ്രവർത്തിക്കുന്നുണ്ട്. ആ ചങ്ങല മുറിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്നാണ് സർക്കാരൊക്കെ പറയുന്നത്. ഏതായാലും രാമപുരത്തിന് സമീപത്ത് പുതുവേലി എന്ന് പറയുന്നത് MC റോഡിലാണ് പുതുവേലി, അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്.